ഹലോ എവ്രി വൺ, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ BEdല് വൺ ഓഫ് ദ പേപ്പർ ആയിട്ടുള്ള സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ് കേട്ടോ. 5 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് എന്താണ് ഈ യൂണിറ്റ് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് ഇതില് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കൺസെപ്റ്റ്സ് നോക്കാനുണ്ട്. ഇൻട്രൊഡക്ടറി പാർട്ട് വരുന്നുണ്ട്. എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അതിന്റെ മീനിങ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കും. ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ്, ഒരുപാട് എക്സ്പേർട്സ് മാനേജ്മെന്റിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എയിം അല്ലെങ്കിൽ ഗോൾസ്. എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ ഗോൾസ്, അവരുടെ എയിം എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്, സ്കോപ്പ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ്, എത്രത്തോളം സ്കൂൾ മാനേജ്മെന്റിന് സ്കോപ്പ് ഉണ്ട്, ഇവര് ശ്രദ്ധിക്കേണ്ട പ്രധാന മേഖലകൾ എന്തൊക്കെയാണ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പാർട്ടിസിപ്പേറ്ററി ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഇത് രണ്ടും. പ്രത്യേകം നോട്ട് ചെയ്തോളൂ ഈ ഒരു ടോപ്പിക്. നെക്സ്റ്റ്, ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് പഠിക്കാനുണ്ട്. വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്, എന്താണ് റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്, കൺക്ലൂഷൻ ലാസ്റ്റ്. ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ്. ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു ലാസ്റ്റ് 60 വർഷത്തിന്റെ ഉള്ളിലാണ് ഈ ഒരു കൺസെപ്റ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് വന്നത്. ആദ്യ കാലങ്ങളിലെല്ലാം വളരെ എന്താ പറയാ, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ കമ്പനീസ് മാത്രം ഫോളോ ചെയ്തിരുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു മാനേജിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. വളരെ മൈക്രോ ലെവലിൽ വരെ ഏതൊരു ചെറിയ കമ്പനി, സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും മാനേജ്മെന്റിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു റോള് ഇപ്പൊ നമ്മള് കറന്റ് സിനാരിയോയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആദ്യം എനിക്കിതിൽ പറയാനുള്ളത്, ഈ മാനേജ്മെന്റ്, ഈ മാനേജ് എന്ന് പറയുന്ന വേർഡ് അതൊരു ഇറ്റാലിയൻ വേർഡ് ഉത്ഭവിച്ചിട്ടുള്ളതാണ്. ആ ഇറ്റാലിയൻ വേർഡ് ആണ് മാനേജിയർ. മാനേജിയർ എന്ന് പറഞ്ഞാൽ ഹാൻഡ്ലിങ് പീപ്പിൾസ് ഓർ ടൂൾസ്, മനുഷ്യനെ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ മനുഷ്യനല്ലാത്ത ബാക്കി നോൺ ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇതാണ് മാനേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമിന്റെ അർത്ഥം. ഇനി ഈ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് എക്സ്പൗണ്ട് ചെയ്തത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പീറ്റർ എഫ് ഡ്രക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആണ് കേട്ടോ. ഈ പീറ്റർ എഫ് ഡ്രക്കറിന്റെ ഒരു അയാൾ ഇതിനെ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഇത്തരം ഡെഫിനിഷൻസ് ഉണ്ടല്ലോ, കഴിയുന്നതും ഇതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കണം. ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ കുഴപ്പമില്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ അത് എഴുതുമ്പോഴും നിങ്ങൾ ക്വാട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കണം. ഡബിൾ ഇൻവേർട്ടഡ് കോമയോ അല്ലെങ്കിൽ ഡബിൾ ഇൻവേർട്ടഡ് കോമയോ ഒക്കെ കൊടുത്തിട്ട്. അപ്പോ പീറ്റർ എഫ് ഡ്രക്കർ പ്രകാരം ഇറ്റ് ഈസ് എ ഡൈനാമിക് പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി പ്ലാനിങ് ദ ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അതായത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് പ്രോസസ് ആണ്. ഒരു എപ്പോ വേണമെങ്കിലും ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാവുന്ന ഒരു പ്രോസസ്സാണ്. റിജിഡ് അല്ലാതെ ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ ആവശ്യാനുസരണം നമുക്കത് മാറ്റാൻ പറ്റും. എന്തിനെ മാറ്റാൻ പറ്റും? സിസ്റ്റമാറ്റിക്കലി പ്ലാനിങ് ദ ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ്. സിസ്റ്റമാറ്റിക്കലി നമുക്ക് ഹ്യൂമൻ റിസോഴ്സസിനെയും ബാക്കി നോൺ ഹ്യൂമൻ റിസോഴ്സസിനെയും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്ലാനിങ്ങിൽ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഫ്ലെക്സിബിലിറ്റി വേണമെങ്കിൽ വരുത്താനും പറ്റും. എഫിഷ്യന്റ്ലി ഇന്റഗ്രേറ്റിംഗ് എവറി സബ് യൂണിറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് മേക്കിംഗ് ദ ഹോൾ സിസ്റ്റം ഫങ്ഷൻ എഫക്റ്റീവ്ലി. വളരെ എഫിഷ്യന്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷനിൽ വരുന്ന എല്ലാ ചെറിയ ചെറിയ സബ് യൂണിറ്റ്സിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഹോൾ സിസ്റ്റം വളരെ എഫക്റ്റീവ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്നത്. ഇതിനെയാണ്
മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ എഫക്റ്റീവ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ ഗോൾ, അവരുടെ ടാർഗറ്റ്, അവരുടെ എയിം ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതും അറ്റ് ദ ഒപ്റ്റിമൽ കോസ്റ്റ്. അവര് പ്ലാൻ ചെയ്ത പ്രകാരം എല്ലാം വളരെ ഒക്കെ ആയി സെറ്റ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം എഫിഷ്യന്റ്ലി റൺ ചെയ്യാൻ പറ്റണം. ഇതാണ് പീറ്റർ എഫ് ഡ്രക്കർ ഈ മാനേജ്മെന്റിന് കൊടുത്ത ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മീനിങ് ഓഫ് മാനേജ്മെന്റ്. എന്താണ് ആക്ച്വലി എന്താണ് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഒരു മീനിങ് എന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ടാസ്ക്സ് ആൻഡ് ആക്ടിവിറ്റീസ് undertaken by the people in the organization for the successful achievement of goals and targets. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരുപാട് ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഗോൾ പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് പ്രകാരം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. ഇതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയാം. ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ്, മോണിറ്ററിംഗ് ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് ഇൻഫർമേഷണൽ റിസോഴ്സസ്. ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് അല്ലെ മാനേജ്മെന്റ്. ഒരു സിംഗിൾ വർക്ക് അല്ല മാനേജിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് വരും, അതാണ് അൾട്ടിമേറ്റ്ലി ഏറ്റവും വലിയൊരു ഗോൾ എന്ന് പറയുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ വേണം. ഇതിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന കാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ വേണം. ഇതിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ഹയർ അതോറിറ്റീസ് എല്ലാം നമുക്ക് ആവശ്യമാണ്. അത് പ്രിൻസിപ്പൽ ആവാം, ബാക്കി അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളാവാം, അതെല്ലാം വേണം. മോണിറ്ററിങ് ഫിസിക്കലി എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്ത് ഓക്കെ അല്ലേ എന്നുള്ളത് നോക്കാൻ കഴിയണം. ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അവർക്കൊരു പ്രത്യേക ധാരണകൾ ഉണ്ടായിരിക്കും. ആൻഡ് ഇൻഫർമേഷണൽ റിസോഴ്സ്, നമുക്കറിയാം ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സ്കൂൾ ആണെങ്കിൽ പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴത്തെ സ്കൂൾ റൺ ചെയ്യുന്നത്. ഒരുപാട് ടെക്നോളജിക്കലി ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട് പല സ്കൂളിലും. അപ്പൊ അതിന് കാലത്തിനനുസരിച്ചിട്ടുള്ള ടെക്നോളജിക്കൽ മാറ്റങ്ങൾ നമുക്ക് അവൈലബിൾ ആക്കി തരേണ്ടത് മാനേജ്മെന്റിന്റെ ഒരു ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. ഇതെല്ലാം കൂടുമ്പോഴാണ് ആ ഒരു മാനേജ്മെന്റ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് മീനിങ്. ഞാൻ സം ചെയ്തിട്ട് ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക്കലി പ്ലാൻ പ്രോസസ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് നടക്കുന്ന ഒരു ഓർഗനൈസിങ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇന്റഗ്രേറ്റ്സ് വേരിയസ് കാറ്റഗറീസ് ഓഫ് പേഴ്സണൽ ഗ്രൂപ്പ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് എബിലിറ്റീസ് ആൻഡ് സ്കിൽ. പേഴ്സണലായിട്ടും ഗ്രൂപ്പായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വരും, ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതില് എന്താ പറയാ, അവർക്ക് എല്ലാ തരത്തിലുള്ള എടുക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ്, കൺട്രോൾ ആൻഡ് ഡയറക്ട് ദ പ്രോസസ് വിത്ത് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ടുഗെദർ. ഒരൊറ്റ റിസോഴ്സ് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഇത് പൂർണ്ണതയാവില്ല. ഹ്യൂമൻ റിസോഴ്സും അതുപോലെ തന്നെ ഫിസിക്കലി അവൈലബിൾ ആയിട്ടുള്ള ബാക്കി ടൂൾസും കൂടെ ടുഗെദർ ജോയിൻ ആവുമ്പോൾ മാത്രമേ ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് അതിന്റെ പൂർണ്ണതയിൽ എത്തുള്ളൂ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഫങ്ഷൻ എഫിഷ്യന്റ്ലി ആൻഡ് അച്ചീവ്സ് ഹൈ ഔട്ട്പുട്ട്. വളരെ എഫിഷ്യന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്താൽ നമുക്ക് നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതും ഭയങ്കര ഹൈ ഔട്ട്പുട്ടിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ സ്ട്രെസ്സോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇഫ് വി ആർ ഫങ്ഷനിങ് എഫിഷ്യന്റ്ലി നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ്. ഇതൊക്കെ മാനേജ്മെന്റിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെന്റ്. ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു ഒരു 6-7 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. 6 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ള 4 ഡെഫിനിഷൻസ് ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് സ്ലൈഡില്. നമുക്ക് എന്തൊക്കെയാണ്, ഇവരെല്ലാം എങ്ങനെയാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ജെയിംസ് എൽ ലണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പേർട്ട്. ഇതൊരു പേരാണ്, ഒരു എക്സ്പേർട്ടിന്റെ പേരാണ്. ഇദ്ദേഹം മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തത്, ഇറ്റ് ഇസ് എ ടാസ്ക് ഓഫ് പ്ലാനിങ്, കോർഡിനേറ്റിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ എഫേർട്സ് ഓഫ് അതേഴ്സ് ടുവാർഡ്സ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ് അല്ലെ. ഈ ടാസ്കിലെ പ്ലാനിങ് വരും, കോർഡിനേഷൻ ആവശ്യമായിട്ടുണ്ട്,
മോട്ടിവേഷൻ വേണം, ആൻഡ് കൺട്രോളിങ് ദ എഫേർട്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ എഫേർട്സിനെ കൺട്രോൾ ചെയ്യേണ്ടി വരും, കൈകാര്യം ചെയ്യേണ്ടി വരും. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്, ഒരു ടാർഗറ്റ് ഉണ്ട്. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കോർഡിനേഷൻസും പ്ലാനിങ്ങും മോട്ടിവേഷൻസും എല്ലാം ചെയ്യേണ്ടി വരും. ഇതാണ് മാനേജ്മെന്റ് എന്നാണ് ജെയിംസ് എൽ ലണ്ടി ഡിഫൈൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പേർട്ടിന്റെ പേരാണ് എഫ് ഡ്രക്കർ. എഫ് ഡ്രക്കർ പറഞ്ഞത് ഇറ്റ് ഈസ് എ മൾട്ടി പർപ്പസ് ഓർഗൻ ദാറ്റ് മാനേജസ് വർക്കേഴ്സ് ആൻഡ് വർക്ക്. മൾട്ടി പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സിംഗിൾ കാര്യം അല്ലെങ്കിൽ ഒരു സിംഗിൾ കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു സംഭവമല്ല മാനേജ്മെന്റ്. മൾട്ടി പർപ്പസ് ആണ്. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. മാനേജ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? വർക്കിനെ മാനേജ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ വർക്കേഴ്സിനെയും ഒപ്പം മാനേജ് ചെയ്യേണ്ടി വരും. ഇതാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്നാണ് എഫ് ഡ്രക്കർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ, ഹാരോൾഡ് കൂൺസ്. അക്കോർഡിംഗ് ടു ഹിം, it is the art of getting things done through and with people in formally organized groups. മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് മറ്റുള്ളവരെ യൂസ് ചെയ്തുകൊണ്ട് നടത്തിയെടുക്കുക. ത്രൂ ദ പീപ്പിൾ ആൻഡ് വിത്ത് ദ പീപ്പിൾ. മറ്റുള്ളവരെ കൊണ്ട് മാത്രമല്ല, അവരുടെ കൂടെ നിന്നുകൊണ്ടും അവരെ കൊണ്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട് നടത്തിയെടുക്കുന്ന ഒരു സിസ്റ്റമാണ് മാനേജ്മെന്റ് എന്നാണ് ഹാരോൾഡ് കൂൺസ് ഡിഫൈൻ ചെയ്തത് കേട്ടോ മാനേജ്മെന്റിനെ. നെക്സ്റ്റ് വൺ, ലാസ്റ്റ്, JD മൂണി ആൻഡ് AC റെയ്ലി. ഇവരെ ഡിഫൈൻ ചെയ്തത് ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഡയറക്റ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് പീപ്പിൾ. നമ്മള് ആളുകളെ ഇൻസ്പയർ ചെയ്യേണ്ടി വരും, ആളുകളെ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും എന്നാണ് JD മൂണി ആൻഡ് AC റെയ്ലി പറയുന്നത് കേട്ടോ. ഒരു സെക്കൻഡ്. അപ്പൊ ഈ 4 ഡെഫിനിഷൻസ് ആണ് മെയിൻ ആയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 4 ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. ബാക്കി 3 കൂടെ ഉള്ളത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് റെഫർ ചെയ്യണം കേട്ടോ. ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എന്തൊക്കെയാന്നുള്ളതൊന്നും ചോദിക്കില്ല. പക്ഷെ നമുക്കൊരു എസ്സേ പോലെയൊക്കെ എഴുതുമ്പോൾ അത്യാവശ്യം ഒരു 3-4 ഡെഫിനിഷൻസ് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇത് 4 എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നേരെ ഇതുപോലെ തന്നെ പഠിച്ചെഴുതാൻ നോക്കുക. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്? നമ്മൾ പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എയിം എന്ന് വേണമെങ്കിൽ പറയാം, ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം, ടാർഗറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ എയിം? എന്തൊക്കെയാണ് ഇവര് അച്ചീവ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ടു റൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഏതൊരു മാനേജ്മെന്റിന്റെയും അൾട്ടിമേറ്റ് ഗോൾ ആയിരിക്കും അവർ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ സ്മൂത്ത് ആയിട്ട്, വളരെ എഫക്റ്റീവ് ആയിട്ട് നടന്നു പോകണം എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ടു ഫ്രെയിം ദ പോളിസീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഓർഗനൈസേഷൻ ആയാലും അവിടെ ഒരുപാട് പോളിസീസ് ഉണ്ടാവും, റൂൾസ് ഉണ്ടാവും, അവരുടേതായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടാണ് ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോവുക. ഈ ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആയിരിക്കില്ല തൊട്ടപ്പുറത്തുള്ള ഓർഗനൈസേഷന്റെ റൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂൾ എന്ത് കൈൻഡ് ഓഫ് സ്കൂൾ ആണോ അവിടുത്തെ മാനേജ്മെന്റിന് അവരുടേതായിട്ടുള്ള ഒരു പോളിസീസും റൂളും റെഗുലേഷൻസും ഉണ്ടായിരിക്കും. അത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആയാലും നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയാലും അത് എന്താ പറയാ ഒബേ ചെയ്യാന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. നെക്സ്റ്റ് വൺ, ടു ബിൽഡ് ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ. ഒരു മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ ഇത്. ആ ഓർഗനൈസേഷന്റെ ഇന്റേണൽ സ്ട്രക്ചറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. അത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ആപ്റ്റ് ആയിട്ട് റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അവരുടെ സിസ്റ്റം വളരെ എഫിഷ്യന്റ്ലി റൺ ചെയ്യാൻ അവർക്ക് പറ്റും. ഈ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം മാനേജ്മെന്റിനാണ്. നെക്സ്റ്റ് പോയിന്റ്, ടു പ്രിസ്ക്രൈബ് ദ പവർ, അതോറിറ്റി, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിഫറെന്റ് പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ ഓരോ പൊസിഷനും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ നിയമിക്കുന്നതും പവർ ആർക്കൊക്കെ കൊടുക്കണം,
അതോറിറ്റീനെയും ഫങ്ഷൻസിനെയും എല്ലാ കാര്യങ്ങളും പൊസിഷൻസിന് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതും എല്ലാം ഓർഗനൈസേഷൻസിൽ മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, പ്രൊവൈഡിങ് റൈറ്റ് പേഴ്സണൽ ടു റൈറ്റ് പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ സോ ദാറ്റ് ഇറ്റ് ഫങ്ഷൻ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് പൊസിഷനിലോട്ട് റൈറ്റ് പേഴ്സണിനെ കൊണ്ടുവരണം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം തന്നെ ചിലപ്പോ ഇല്ലാതായി പോകും. അപ്പൊ അത് വളരെ എഫക്റ്റീവ് ആയിട്ട് മാനേജ്മെന്റ് നടത്തേണ്ട ഒരു സ്റ്റെപ്പാണ്. അത് ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്ന കാര്യത്തിലായാലും ബാക്കി ഹയർ അതോറിറ്റിയിൽ ഇരിക്കുന്ന ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ, അഡ്മിനിസ്ട്രേഷൻ, മാനേജിങ്, ഈ കാര്യങ്ങളിലൊക്കെ റൈറ്റ് പോസ്റ്റിൽ റൈറ്റ് പേഴ്സണിനെ തന്നെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നിയമിക്കണം. ഓക്കെ, അത് അവരുടെ ഒരു വലിയ ഒബ്ജക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ടു റിസോൾവ് ദ വേരിയസ് കോൺഫ്ലിക്ട്സ് ദാറ്റ് അറൈസ് വിത്തിൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ നമുക്കറിയാം ഡെയിലി പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോകില്ലേ. പ്രശ്നങ്ങൾ മാത്രമായിരിക്കില്ല, സന്തോഷമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. എന്നാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും പല ടൈപ്പ് ഓഫ് കോൺഫ്ലിക്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം വളരെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് ഇതിനെ കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അത്തരം കോൺഫ്ലിക്ട്സ് ഒക്കെ റിസോൾവ് ചെയ്ത് ആർക്കും ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ സിസ്റ്റം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകേണ്ട ഏറ്റവും വലിയ ബാധ്യത മാനേജ്മെന്റിനാണുള്ളത്. നെക്സ്റ്റ് വൺ, പ്രൊവൈഡിങ് ഗുഡ് പ്രൊഫഷണൽ ലീഡർഷിപ്പ് ആൻഡ് ഡൈനാമിക് സൂപ്പർവിഷൻ. മാനേജ്മെന്റ് നല്ലൊരു ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേറെ ആരാ അത് പ്രൊവൈഡ് ചെയ്യുക? നമുക്ക് വേണ്ട മോട്ടിവേഷൻസും കാര്യങ്ങളും ലീഡർഷിപ്പ് എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് മാനേജ്മെന്റ് ആണ്. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു കടമയാണ്. സൂപ്പർവിഷൻ, ഡൈനാമിക് ആയിട്ട് എല്ലാ കാര്യത്തിലും ഒരു കണ്ണെത്താൻ നമ്മൾ പറയും, ഒരു കണ്ണൊടിച്ച് എല്ലാ ഭാഗവും സൂപ്പർവൈസ് ചെയ്യാൻ മാനേജ്മെന്റിന് കഴിഞ്ഞിരിക്കണം. ഇതെല്ലാം മാനേജ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സ്പീഡപ്പ് ആവുന്നുണ്ടോ? ഇല്ല മാം, ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലാണ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതെന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി, അതായത് എഫിഷ്യന്റ് യൂസ് ഓഫ് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സസ്. വളരെ എഫിഷ്യന്റ് ആയിട്ട് ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സസിനെയും നോൺ ഹ്യൂമൻ റിസോഴ്സസിനെയും കൈകാര്യം ചെയ്യാൻ മാനേജ്മെന്റിന് സാധിക്കും. ഒരു ആക്ടിവിറ്റിയാണ് മാനേജ്മെന്റ് എന്ന് ആക്ച്വലി പറയുന്നത്. ഒരു കാര്യത്തിൽ മാത്രം നിൽക്കാൻ പാടില്ല. ഹ്യൂമൻ റിസോഴ്സസിനും നോൺ ഹ്യൂമൻ റിസോഴ്സസിനും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് എ പേർപ്പസ്ഫുൾ ആക്ടിവിറ്റി, അതായത് ഇറ്റ് ഹാവ് സം ക്ലിയർലി ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെന്റിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർക്ക് വ്യക്തമായിട്ടുള്ള കുറച്ച് ധാരണകളുണ്ട്, വളരെ വ്യക്തമായിട്ടുള്ള കുറച്ച് പ്ലാനും ടാർഗറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റിയാണ്. വെറുതെ എന്തൊക്കെയോ മാനേജ് ചെയ്യുന്നു, ഡെയിലി വന്ന് കാര്യങ്ങൾ നോക്കി പോകുന്നു എന്നുള്ളതല്ല. പർപ്പസ്ഫുൾ ആയിട്ട് തന്നെ അവരുടെ ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. All business organizations are social organizations as they are constituted of men. Management has to control, organize and motivate them. ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ് ആണ് അല്ലെ. സോഷ്യൽ പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളല്ല. മാനേജ്മെന്റ് പല വക കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. സൊസൈറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. ഒരു സോഷ്യലി റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ഒരു സ്കൂൾ ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ അതൊരു സോഷ്യൽ പ്രോസസ് ആണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യേണ്ടി വരും, കൺട്രോൾ ചെയ്യേണ്ടി വരും, മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് നടന്നു പോകുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ സോഷ്യൽ പ്രോസസ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് ആൻ ആർട്ട്.
ഇത് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ബോത്ത് തിയറട്ടിക്കൽ നോളേജ് ആൻഡ് പ്രാക്ടിക്കൽ നോളേജ് ഹാസ് ടു ബി സപ്ലിമെന്റഡ്. നമുക്കറിയാം സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഒരുപാട് തിയറട്ടിക്കൽ നോളേജ് അക്വയർ ചെയ്യും അല്ലെ. ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, മെയിൻ ആയിട്ട് പ്രാക്ടിക്കലി ഉള്ള നമ്മൾ അപ്ലൈ ചെയ്യാണ്, വരയ്ക്കുക, ഡ്രോ ചെയ്യുക എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കൽ നോളേജ് ആണ്. ഈ രണ്ട് കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേരുമ്പോഴാണ് അവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ടാവുന്നത്. ബോത്ത് സയൻസ്, തിയറട്ടിക്കൽ നോളേജും പ്രാക്ടിക്കൽ നോളേജും കൂടി സപ്ലിമെന്റ് ആയിട്ട് വരണം. അപ്പോഴാണ് മാനേജ്മെന്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ്, it is associated with efforts of a group. A good management inspires the employees and increases their willingness to work. ഒരു നല്ല മാനേജ്മെന്റ് ആണെങ്കിൽ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റണം, നല്ലൊരു ലീഡർഷിപ്പ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം, നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ ടീച്ചേഴ്സ് അല്ലെങ്കിൽ വേറെ ഏത് നോൺ ടീച്ചിങ് സ്റ്റാഫോ ആരോ ആയിക്കോട്ടെ അവിടെ വർക്ക് ചെയ്യുന്ന ആരും അവിടെ തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന വർക്കിനോട് 100% അവർക്ക് സാറ്റിസ്ഫാക്ഷനോട് കൂടെ വർക്ക് ചെയ്യണം എന്ന്, പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിന് അവരിൽ ഒരു ഇൻസ്പിറേഷൻ നൽകാൻ സാധിക്കണം. എന്നാൽ മാത്രമേ അത് നല്ലൊരു മാനേജ്മെന്റ് ആവുകയുള്ളൂ. ഇതെല്ലാം മാനേജ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതെല്ലാം സാറ്റിസ്ഫൈ ആവണം, എങ്കിൽ മാത്രമേ അത് നല്ലൊരു മാനേജ്മെന്റ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത്, ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രേറ്റിംഗ് പ്രോസസ്, integrating the men, machine and material to carry out the operation of enterprise. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ സോഷ്യൽ പ്രോസസ്, ഒരു മൾട്ടി പർപ്പസ് ഓർഗൻ ആണെന്ന് പറഞ്ഞു അല്ലെ. അതായത് ഒരുപാട് കാര്യങ്ങൾ, മെൻ, ഹ്യൂമൻ റിസോഴ്സസിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും, മെഷീൻ ആൻഡ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള ഈ കാര്യങ്ങളെ എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഓർഗനൈസേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക. അതൊരു ഇന്റഗ്രേറ്റിംഗ് പ്രോസസ് ആണ്. നമുക്ക് ഹ്യൂമൻ റിസോഴ്സസിനെ മാത്രം ഹാൻഡിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് മാത്രം കൂട്ടിപ്പിടിച്ചാൽ നമുക്ക് ആ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ പറ്റില്ല. അവിടെ മെറ്റീരിയൽസിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, മെഷീനറിക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ ഒരു സിസ്റ്റം വളരെ എഫക്റ്റീവ് ആൻഡ് സ്മൂത്ത്ലി റൺ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഒരു ഇന്റഗ്രേറ്റിംഗ് പ്രോസസ് ആണ്. നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് എയിംസ് അറ്റ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇതൊരു സ്ഥാപനം ആയിക്കോട്ടെ, ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അൾട്ടിമേറ്റ്ലി നോളേജ് കൊടുക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് അവരുടെ എയിം, ടാർഗറ്റ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതാണ് അൾട്ടിമേറ്റ്ലി ഏതൊരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനും അർത്ഥം വെക്കുന്നത് അല്ലെ. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. Optimum utilization of human and non-human resources, which ultimately result in maximization of profits of an organization. Optimum utilization, വളരെ മിതമായിട്ട് ഹ്യൂമൻ റിസോഴ്സസ് ആയിക്കോട്ടെ, നോൺ ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ. ഒരു സ്കൂള് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് 100 ടീച്ചേഴ്സിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 200 ടീച്ചേഴ്സിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എത്രയാണോ നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ സ്റ്റുഡൻസിന്റെ കൗണ്ട് എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള ടീച്ചേഴ്സിന് നമുക്ക് ഹയർ ചെയ്താൽ മതി അല്ലെ. അപ്പോഴേ നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം യൂട്ടിലൈസേഷൻ നടത്താം. അത് ഹ്യൂമൻ റിസോഴ്സ് ആയാലും നോൺ ഹ്യൂമൻ റിസോഴ്സ് ആയാലും. ഇപ്പൊ ഒരു ലാബ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ ലാബ് ആയിക്കോട്ടെ, ബാക്കി സയൻസ് ലാബ് ആയിക്കോട്ടെ, ലൈബ്രറി ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ആക്കുന്നത് അവിടുത്തെ എന്താ പറയാ ആവശ്യം അനുസരിച്ചിട്ടാണ്. അപ്പൊ അതനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അവർക്ക് പ്രോഫിറ്റ് ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് എന്തായാലും ലഭിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ എന്തായാലും അവര് പ്രത്യേകം നോട്ട് ചെയ്യും. കാരണം പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഇസ് എ പ്രൊഫഷൻ. ഇൻ മോഡേൺ ഡേയ്സ് മാനേജ്മെന്റ് ഇസ് എ പ്രൊഫഷൻ ലൈക്ക് അതർ റെക്കഗ്നൈസ്ഡ് പ്രൊഫഷൻ. പണ്ട് കാലങ്ങളിലെ പോലെയല്ല, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പൊ നല്ലൊരു പ്രൊഫഷൻ ആണ്. ഒരാൾ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല അല്ലെ. മാനേജ്മെന്റിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും. അവരവരുടെ പ്രൊഫഷൻ ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നതാണ് ആയിരിക്കും ഈ മാനേജ്മെന്റ്, സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതൊരു പ്രൊഫഷൻ ആണ്, അതൊരു ജോബാണ്. ബാക്കി ഏത് റെക്കഗ്നൈസ്ഡ് പ്രൊഫഷനെ പോലെ തന്നെ കൺസിഡർ ചെയ്യാവുന്ന ഒരു പ്രൊഫഷൻ ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് is based on certain principles and theories and their application in practice is becoming a must. ബാക്കി
ഏത് ജോലിന്റെ പോലെ തന്നെ മാനേജ്മെന്റിനും അവരുടേതായിട്ടുള്ള പ്രത്യേകം പ്രിൻസിപ്പിൾസ് ഉണ്ട്, തിയറീസ് ഉണ്ട്. അതനുസരിച്ചിട്ടാണ് അവരും വർക്ക് ചെയ്യുക. ആൻഡ് ദർ അപ്ലിക്കേഷൻ ഇൻ പ്രാക്ടീസ് ഇസ് ബിക്കമിങ് എ മസ്റ്റ്. ഈ പ്രിൻസിപ്പിളും തിയറിയും ജസ്റ്റ് ചുമ്മാ ബുക്കിലുള്ള പോലെയല്ല, അതിനെ അപ്ലൈ ചെയ്യുക അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ അതിനെ അപ്ലൈ ചെയ്ത് നടത്തി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടെ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഈസ് എ യൂണിവേഴ്സൽ ആക്ടിവിറ്റി. അതായത് ഇറ്റ് ഇസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ പീപ്പിൾ. യൂണിവേഴ്സൽ ആക്ടിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് എന്താ പറയാ, നമ്മൾ ഓൾറെഡി പറഞ്ഞു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ലീഡ് ചെയ്യേണ്ടി വരും, ഡീലിംഗ് ചെയ്യേണ്ടി വരും എന്നുള്ളത് അല്ലെ. മാനേജ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യത്തിലും നേരിട്ട് ഇറങ്ങി ചെയ്യില്ല. അവര് മറ്റുള്ളവരെ കൊണ്ട്, അവരുടെ കോവർക്കേഴ്സിനെ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ താഴെ ഇന്റഗ്രൽ ആയിട്ട് വരുന്ന ആളുകളെ കൊണ്ട് കാര്യങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് നടത്തിക്കുകയാണ് ചെയ്യുക, ത്രൂ ദ പീപ്പിൾ ആൻഡ് വിത്ത് ദ പീപ്പിൾ. അപ്പോൾ അതൊരു യൂണിവേഴ്സൽ ആക്ടിവിറ്റി ആയി. മാനേജ്മെന്റ് മാത്രം ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യല്ല, മറ്റുള്ളവരെ കൊണ്ട് പല പല കാര്യങ്ങളും, അതിന്റെ അപ്പുറത്തുള്ള അത് പ്രോഗ്രാം ഓറിയന്റേഷൻ ആയിക്കോട്ടെ, ബാക്കി കരിക്കുലാർ കോ കരിക്കുലാർ ആക്ടിവിറ്റീസ് നടത്തുന്നതായിക്കോട്ടെ, ഇതൊന്നും മാനേജ്മെന്റ് നേരിട്ട് നടത്തുന്ന കാര്യങ്ങളല്ല, ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ബാക്കി ആളുകളെ വെച്ചുകൊണ്ട് നടത്തി കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ആക്ടിവിറ്റി ആണ്. ബാക്കിയുള്ളവരെ കൊണ്ട് മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് അവരെ സിസ്റ്റം റൺ ചെയ്യാനാണ് മാനേജ്മെന്റ് എപ്പോഴും നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എന്താണ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, മാനേജ്മെന്റ് ക്യാരക്ടറിസ്റ്റിക് എന്താണ്, മാനേജ്മെന്റ് മീനിങ് എന്തായിരുന്നു, ഡെഫിനിഷൻ എന്തായിരുന്നു. ഇനി നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്കൂളിലോട്ട് വരികയാണ്. ഫസ്റ്റ് പോയിന്റ്, റണ്ണിങ് ദ സ്കൂൾ അലോങ് ദ ഡിസയേർഡ് എഡ്യൂക്കേഷണൽ പോളിസീസ്. ഒരു സ്കൂൾ റൺ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഒരു CBSE സ്കൂൾ ആയിക്കോട്ടെ, സ്റ്റേറ്റ് സിലബസിലുള്ള സ്കൂൾ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഇവരുടേതായിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസി ഉണ്ട് അല്ലെ. ഇപ്പൊ CBSE ആവുമ്പോൾ ഇപ്പോ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് പോളിസീസ് ഡെയിലി ഓരോ പോളിസീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് വരാം. നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. നാഷണൽ NCP 2020 ഇംപ്ലിമെന്റേഷൻ ഒക്കെ ഉണ്ട്. അപ്പം ഇത്തരം പോളിസീസ് ഫോളോ ചെയ്തുകൊണ്ട് സ്കൂളിന് ഡിസയേർഡ് ആയിട്ട് റൺ ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് സ്കൂൾ മാനേജ്മെന്റ്. അല്ലാതെ മാനേജ്മെന്റിന് മാത്രം കുറച്ച് പോളിസി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പാടില്ല. അവർ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഏതാണോ ആ സിസ്റ്റത്തിന് ഡിസൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസീസ് ഇവര് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഒരു സ്കൂളിനെ എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യുന്നതാണ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സ്കൂൾ. അതിൽ എന്തൊക്കെ വരും? പോളിസീസ് വരും, മെറ്റീരിയൽ, ഹ്യൂമൻ റിസോഴ്സ്, പ്രോഗ്രാംസ്, ആക്ടിവിറ്റീസ്, എക്യുപ്മെന്റ് ആൻഡ് ഇന്റഗ്രേറ്റ്സ് ദം ടു എ ഫ്രൂട്ട്ഫുൾ ഹോൾ. ഒരു സ്കൂൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ലൈഫില് ഏറ്റവും കൂടുതൽ വർഷം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ് അല്ലെ. സ്കൂൾ കാലഘട്ടം എല്ലാവർക്കും ഭയങ്കര നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ടൈമായിരിക്കും നമ്മുടെ +2 വരെയൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഓർഗനൈസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് സ്കൂൾ. അവിടെ പോളിസീസ് വരും എന്തായാലും, അതനുസരിച്ചിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുള്ളൂ. മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, ഹ്യൂമൻ റിസോഴ്സസ് നമ്മൾ പറഞ്ഞു, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ്, അല്ലെങ്കിൽ ബാക്കി മെറ്റീരിയൽ, അവിടുത്തെ റിസോഴ്സ് കാര്യങ്ങള്, പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക, പിന്നെ സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാഗമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, അതിന്റെ റിസോഴ്സസ്, മെറ്റീരിയൽസ്, ഈ കാര്യങ്ങളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് അതൊരു പൂർണ്ണതയിലോട്ട് എത്തുക, ഒരു ഫ്രൂട്ട്ഫുൾ ഹോൾ. ഒരു മൊത്തത്തിൽ അതൊരു ഇന്റഗ്രേറ്റ് ആയി, അല്ലെങ്കിൽ അതൊരു പൂർണ്ണതയിൽ എത്തി എന്ന് പറയണമെങ്കിൽ ഈ എല്ലാ കാര്യത്തിനും സ്കൂളിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആക്ടിവിറ്റീസ് ഇല്ലാതെ വെറും പഠനം മാത്രമായി കഴിഞ്ഞാൽ സ്കൂൾ മുന്നോട്ട് പോകില്ല അല്ലെ. ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രോഗ്രാംസ്, പലതരത്തിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യേണ്ടി വരും. ഹ്യൂമൻ റിസോഴ്സ് ഉദ്ദേശിക്കുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചിങ് ഫെസിലിറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ അവിടെ ടീച്ചിങ് സ്റ്റാഫ്സിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി പോളിസീസ് കാര്യങ്ങൾ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് സ്കൂൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുഴുവനാവുകയുള്ളൂ. നെക്സ്റ്റ് വൺ, സ്കൂൾ മാനേജ്മെന്റ് മീൻസ്
മാനേജിങ് ദ അഫയേഴ്സ് ഓഫ് സ്കൂൾ. ഒരു സ്കൂളിലെ എല്ലാ കാര്യങ്ങളും അതിന്റെ മൈക്രോ ലെവൽ തൊട്ട് ഏറ്റവും ഓരോ സബ് യൂണിറ്റ്സ് വരെ മാനേജ് ചെയ്യുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ വരും. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം, ക്ലാസ് റൂം, കുട്ടികളുടെ എണ്ണം, ബസ് അറേഞ്ച്മെന്റ്സ്, എന്തോ ആയിക്കോട്ടെ, സ്കൂൾ പരമായിട്ട് ഡേ ടു ഡേ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും, ഡീൽ ചെയ്യേണ്ടി വരും. ഇതെല്ലാം സ്കൂൾ മാനേജ്മെന്റ് ആണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആണ്. അടുത്തത് ഡെഫിനിഷൻ ഓഫ് സ്കൂൾ മാനേജ്മെന്റ്. സ്കൂൾ നമ്മളിപ്പോ മാനേജ്മെന്റിനെ എങ്ങനെയൊക്കെയാ ഡിഫൈൻ ചെയ്തത് എന്നുള്ളത് നമ്മൾ കുറച്ച് എക്സ്പേർട്സ് ഡിഫൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് സ്കൂൾ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും വ്യക്തമായിട്ട് നോക്കണം കേട്ടോ, ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. സ്കൂൾ മാനേജ്മെന്റ് ആണോ മാനേജ്മെന്റ് ആണോ എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് വായിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ഡിസ്കസ് ചെയ്യാം. അക്കോർഡിംഗ് ടു KC ഒട്ടാവെ, അതൊരു എക്സ്പേർട്ട് ആണ്. KC ഒട്ടാവെ എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ട് ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫീൽഡിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആണ് KC ഒട്ടാവെ. ദ സ്കൂൾ മേ ബി റിഗാർഡഡ് ആസ് എ സോഷ്യൽ ഇൻവെൻഷൻ ടു സെർവ് സൊസൈറ്റി ഫോർ ദ സ്പെഷ്യലൈസ്ഡ് ടീച്ചിങ് ഓഫ് ദ യങ്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻവെൻഷൻ ആണ്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒന്നോ രണ്ടോ പേരല്ല, ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആളുകൾ കൂടുന്നതിനെയാണ് സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഇൻവെൻഷൻ എന്ന് പറയുന്നത്. സ്കൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് അതാണ്. ഒരു കുട്ടീനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല അല്ലെ സ്കൂൾ മുന്നോട്ട് പോകുന്നത്. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കാൻ വരുന്ന, പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പഠിക്കാൻ വരുന്ന കുട്ടികളായിരിക്കും. അതൊരു സോഷ്യൽ ഇൻവെൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ ടു സെർവ് സൊസൈറ്റി, സൊസൈറ്റീനെ സെർവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഒരു സ്കൂളിന്റെ എന്താ പറയാ അവരുടെ എയിം എന്ന് പറയുന്നത്. ഫോർ ദ സ്പെഷ്യലൈസ്ഡ് ടീച്ചിങ് ഓഫ് യങ്. സ്കൂളിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? കുട്ടികളെ, വളർന്നു വരുന്ന തലമുറയെ അവർക്ക് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് നൽകുക എന്നുള്ളതാണ് സ്കൂളിന്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ. കുട്ടികൾക്ക് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് കൊടുക്കുക, സൊസൈറ്റിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്നാണ് KC ഒട്ടാവെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ദിസ് ഇൻക്ലൂഡ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. നമ്മൾ പറഞ്ഞു സ്കൂളിൽ ഫിസിക്കൽ റിസോഴ്സസ് വരും, ബാക്കി ഹ്യൂമൻ റിസോഴ്സസ് വരും. ആൻഡ് പ്ലാനിങ് പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസ് സോ ആസ് ടു ഒപ്റ്റിമൈസ് സ്റ്റുഡന്റ് ലേണിംഗ്, എൻഷുറിംഗ് സസ്റ്റെയിൻഡ് മാക്സിമം ഔട്ട്പുട്ട്. ഈ ഹ്യൂമൻ റിസോഴ്സസിനെയും നോൺ ഹ്യൂമൻ റിസോഴ്സസിനെയും ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പല പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുകയും പല ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? മാക്സിമം ആ ഒരു സ്റ്റുഡന്റ് ലേണിംഗ് മാക്സിമം ഔട്ട്പുട്ടിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ സൈഡിൽ നിന്ന് സ്റ്റുഡന്റ് അച്ചീവ്മെന്റ് വളരെ മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഫോക്കസ് ചെയ്തുകൊണ്ട് റൺ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് സ്കൂൾ മാനേജ്മെന്റ് എന്നാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. എന്തൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സസിനെയും നോൺ ഹ്യൂമൻ റിസോഴ്സസിനെയും വളരെ എഫക്റ്റീവ് ആയിട്ട് മാക്സിമം ടീച്ചിങ് ലേണിംഗ് ഔട്ട്പുട്ട് നടത്തി വരാൻ വേണ്ടി ചില ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി മുൻകൂട്ടി അവർക്ക് ഉണ്ടായിരിക്കും. അതെല്ലാം റെഫർ ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൺസെപ്റ്റ് ആണ് സ്കൂൾ മാനേജ്മെന്റ്. Next one, it formulates the policies and gather men and material for running the school successfully. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു സ്കൂൾ മാനേജ്മെന്റ്, സ്കൂൾ പറയുമ്പോൾ ഒരുപാട് റെഗുലേഷൻസും റൂൾസും പോളിസീസും ഉണ്ടായിരിക്കും. ഇത് ഒരു സ്കൂൾ സക്സസ്ഫുള്ളി റൺ ചെയ്യണമെങ്കിൽ ഈ പോളിസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഇംപ്ലിമെന്റ് ദ പോളിസീസ് ആൻഡ് ഇന്റഗ്രേറ്റ്സ് ദ വേരിയസ് റിസോഴ്സസ് അവൈലബിൾ ടു അച്ചീവ് ദ സെറ്റ് ഒബ്ജക്റ്റീവ്. ഈ പോളിസീനെ എല്ലാം അഡ്മിനിസ്ട്രേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം. വെറുതെ പോളിസി ഒരുപാടുണ്ട്, റൂൾ ഒരുപാടുണ്ട്, ഞങ്ങൾ ഇതൊക്കെയാണ് നടത്തിക്കൊണ്ടുപോകുന്നതെന്ന് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താണോ ആ സ്കൂൾ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്, എന്താണോ ആ സ്കൂളിന്റെ ടാർഗറ്റ്, അത് അച്ചീവ് ചെയ്യാൻ പറ്റണം ഈ കാര്യങ്ങളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്. അതാണ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇതെല്ലാം
ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് ആണ്. വളരെ എളുപ്പമായിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലിലും നിങ്ങൾക്ക് ഇതിനെ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഞാൻ എന്റെ രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം എളുപ്പമാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ്. നമ്മൾ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിന്റെ എയിം എന്തൊക്കെയാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്, അതായത് ഇവരുടെ ടാർഗറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കി നോക്കാം. ടു കൺസേർവ് ബേസിക് വാല്യൂസ്, നോംസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് സൊസൈറ്റി ഇൻ വിച്ച് ദ സ്കൂൾ ഓപ്പറേറ്റ്സ്. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു തരത്തിലുള്ള എല്ലാ ബേസിക് വാല്യൂസും നോംസും നമ്മൾ അക്വയർ ചെയ്യുന്നത് സ്കൂളിൽ നിന്നാണ് അല്ലെ. ഒരു കുട്ടിക്ക് എല്ലാ തരത്തിലുള്ള ഒരു ബേസിക് ഒരു മോറൽ വാല്യൂസ്, നോംസ്, പ്രാക്ടീസസ് ഇതെല്ലാം നമ്മൾ അക്വയർ ചെയ്യുന്നത് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇതെല്ലാം ഒരു കുട്ടിക്ക് കിട്ടണം, എന്നാൽ മാത്രമേ ആ ഒരു സ്കൂൾ എഫിഷ്യന്റ്ലി റൺ ചെയ്യുന്നു പറയുന്നുള്ളൂ. വേറെ ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടക്കുന്നതല്ലല്ലോ സ്കൂൾ. ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ബേസിക് ആയിട്ടുള്ള മോറൽ വാല്യൂസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം ഒരു സ്കൂളിന് കൊടുക്കാൻ സാധിക്കണം. നെക്സ്റ്റ് വൺ, ടു ക്യാരി ഔട്ട് എഡ്യൂക്കേഷണൽ ഫ്യൂച്ചേഴ്സ്. ഹാരി ബ്രൗഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഈ കൺസെപ്റ്റിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദ മേജർ ഫ്യൂച്ചർ ഡിമാൻഡ് ഓഫ് സൊസൈറ്റി ഓൺ സ്കൂളിംഗ് വിൽ ബി ഫോർ വൊക്കേഷണൽ കോമ്പീറ്റൻസ്, സിവിക് കോമ്പീറ്റൻസ് ആൻഡ് ഹ്യൂമാനിറ്റി. ഹാരി ബ്രൗഡി ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ സ്കൂൾ എന്ന് പറയുമ്പോ ഒരു സൊസൈറ്റിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്, സ്കൂളിനെ കൊണ്ട് ഒരു സൊസൈറ്റിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് വൊക്കേഷണൽ കോമ്പീറ്റൻസ് ആണ്. എന്താ വൊക്കേഷണൽ കോമ്പീറ്റൻസ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ വൊക്കേഷണൽ കോമ്പീറ്റൻസ് എന്താന്നുള്ളത്? സ്കിൽ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? സ്കിൽ എഡ്യൂക്കേഷൻ പണ്ടത്തെ പോലെയല്ല, നമ്മൾ പഠിച്ച പോലെയൊന്നും അല്ല. ഇപ്പൊ സ്കില്ലിന് വളരെയധികം ഇമ്പോർട്ടൻസാ. ഏതൊരു സ്കൂളാണെങ്കിലും സ്കിൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഇപ്പൊ CBSE ഒക്കെ പറയുന്നത്. സ്കിൽ വൊക്കേഷണൽ കോമ്പീറ്റൻസിൽ വരുന്നതാണ് സ്കിൽ എഡ്യൂക്കേഷൻ, അപ്ലിക്കേഷൻ ഓഫ് നോളേജ്. നമ്മൾ വെറുതെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പോന്നിട്ട് കാര്യമില്ല അല്ലെ. ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റണ്ടേ നമുക്ക് നമ്മുടെ ലൈഫിലാണെങ്കിലും. നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ പഠിച്ചതിന് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യങ്ങൾ. ഇപ്പോ കറന്റ് സിനാരിയോയിൽ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ളതും അത് തന്നെയാണ്. ആർക്കും ഒരു പാരന്റിനും ചുമ്മാ ഒരുപാട് നോളേജ് അല്ലെങ്കിൽ വെറുതെ ഒരുപാട് തിയറിറ്റിക്കൽ കാര്യങ്ങൾ കിട്ടണമെന്ന് ഇപ്പൊ ആർക്കും താല്പര്യമില്ല. അത് അവർക്ക് എങ്ങനെ വേണേലും, ഇപ്പൊ കുട്ടികൾ നമ്മളെക്കാളും ഭയങ്കര എന്താ പറയാ ഹൈ ലെവലാണ്. അവർ ചാറ്റ് GPT-യും ജെമിനിയും ഒക്കെ യൂസ് ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പൊ തിയറിറ്റിക്കലി അവർക്ക് എന്തും നമ്മളെക്കാൾ മുന്നേ തന്നെ അവർക്ക് നമ്മുടെ ഇന്റർനെറ്റ് വഴി കിട്ടാവുന്നതാണ്. അപ്പൊ അതല്ല, സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്നത് വൊക്കേഷണൽ കോമ്പറ്റൻസ് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കണം. അത് സ്കിൽ രൂപത്തിലാവാം, അപ്ലിക്കേഷൻ രൂപത്തിലോ ആയിരിക്കണം എന്നാണ് സൊസൈറ്റി ആവശ്യപ്പെടുന്നത്. സിവിക് കോമ്പറ്റൻസ് ആൻഡ് ഹ്യൂമാനിറ്റി. ഹ്യൂമാനിറ്റി എന്ന് പറയുമ്പോൾ മോറൽ വാല്യൂസ്, ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള മോറൽ വാല്യൂസ് ഒരു സ്കൂള് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം അല്ലെ. നെക്സ്റ്റ് വൺ, സിവിക് കോമ്പറ്റൻസ്. സിവിക് കോമ്പറ്റൻസ് എന്ന് പറഞ്ഞാലേ ഒന്നുമില്ല, ഇതൊക്കെയാണ് ഡിസിഷൻ മേക്കിംഗ്, എന്താ പറയാ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി. ഇപ്പൊ ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഗ്രേഡ് 10-കാർക്കൊക്കെ 50% കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച പോലെ ഒന്നല്ല. കുട്ടികൾ എന്ത് പഠിച്ചു എന്നുള്ളതല്ല, അവർക്ക് അത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കറന്റ് സിനാരിയോയിൽ നോക്കുന്നത്. അപ്പൊ കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് വളർത്താൻ പറ്റുന്നുണ്ടോ? ഇവരുടെ ക്രിയേറ്റിവിറ്റി ഇവർക്ക് പുറത്തു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി കുട്ടികളിലുണ്ടോ? ഇതെല്ലാമാണ് സ്കൂള് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നാണ് സൊസൈറ്റി ആവശ്യപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ടു മാനേജ് സോഷ്യൽ ചേഞ്ച്, ടു കോപ്പ് അപ്പ് വിത്ത് ന്യൂ ടെക്നിക്സ്, ന്യൂ വേസ് ഓഫ് ലിവിങ്, ഡെവലപ്പിംഗ് ന്യൂ ഐഡിയാസ് ആൻഡ് ഫോർമുലേഷൻ ഓഫ് ന്യൂ വാല്യൂസ്. ഇപ്പൊ ഓരോ സ്കൂളും മത്സരമാണ് അല്ലെ. പുതിയ ടെക്നിക്സ്,
പണ്ട് നമ്മൾ പഠിച്ച പോലെ വെറും ടീച്ചിങ് ലേണിംഗ്, ഒരു ലെക്ചർ മെത്തേഡ് ടൈപ്പ് ഓഫ് ടീച്ചിങ് ഒന്നും അല്ലല്ലോ. ഇപ്പൊ സ്കൂളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂംസ് ആണ്, ന്യൂ ടെക്നിക്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ചോക്കും ഇറേസറും ഒന്നും ഇപ്പൊ നമുക്ക് അങ്ങനെ ഒട്ടുമിക്ക സ്കൂളുകളിലൊന്നും കാണാൻ സാധിക്കില്ല. ന്യൂ ടെക്നിക്സ് കൊണ്ടൊക്കെ അവര് സ്കൂൾക്ക് മാറി വരികയാണ്. നമുക്ക് ടെക്നോളജി പരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്കൂള് ശരിക്കും പറഞ്ഞാൽ ഇത്തരം സോഷ്യൽ ചേഞ്ച് ഒക്കെ മാനേജ് ചെയ്യണം. നമ്മളിപ്പോഴും പണ്ടത്തെ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞ സ്കൂളിൽ കുട്ടികൾ ഉണ്ടായിരിക്കില്ല അല്ലെ. അപ്പൊ എന്ത് ടെക്നോളജിക്കൽ മാറ്റങ്ങളാണെങ്കിലും അതിനോടൊക്കെ മാനേജ് ചെയ്ത് പുതിയ ടെക്നിക്സുമായിട്ടൊക്കെ ഡീൽ ചെയ്ത് വരാൻ സ്കൂളിന് സാധിക്കണം. ന്യൂ വേസ് ഓഫ് ലിവിങ്, ഡെവലപ്പിംഗ് ന്യൂ ഐഡിയാസ് ആൻഡ് ഫോർമുലേഷൻ ഓഫ് ന്യൂ വാല്യൂസ്. പുതിയ ടെക്നിക്സും പുതിയ ചിന്താഗതിയും പുതിയ ഐഡിയാസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കൂൾ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് വൺ, to profit by experience, to create useful citizens and to make them adjust among the members of society. എന്ത് സ്കൂൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സൊസൈറ്റിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സിറ്റിസൻസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്കൂളിന്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അത് അവർക്ക് സാധിച്ചേ പറ്റുള്ളൂ. എനിക്കറിയില്ല, ഇപ്പോഴത്തെ കറന്റ് സിനാരിയോയില് പല സ്കൂളുകളിലും കുട്ടികളെ ആ ഒരു രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള ഡൗട്ട്ഫുൾ ആണ് അല്ലെ. എന്നാലും നല്ല നല്ല സ്കൂളുകൾ ഇപ്പോഴും ഉണ്ട്. നല്ല കുട്ടികളെ വാർത്തെടുക്കുന്ന, എല്ലാവരും ഒരുപോലെ ആണെന്ന് അറിയില്ല, 10ല് 5 പേര് എന്തായാലും അങ്ങനെ ആയിരിക്കില്ലല്ലോ. അപ്പൊ നല്ല നല്ല യൂസ്ഫുൾ സിറ്റിസൻസിനെ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ, ആ ഒരു സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു കുട്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, നാടിനും നാട്ടുകാർക്കും വേണ്ടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിസനെ കൊണ്ടുവരാൻ ഒരു സ്കൂൾ മാനേജ്മെന്റിന് കഴിയണം. ആൻഡ് ടു മേക്ക് ദം അഡ്ജസ്റ്റ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ഞാനിങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ റിജിഡ് ആയിട്ട് പോകാൻ പാടില്ല. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് ബാക്കി നമ്മുടെ സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിനോട് എല്ലാ തരത്തിലും നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റും ഒരു സ്നേഹവും കെയറിങ്ങും അല്ലെ. നമ്മൾ സെൽഫിഷ് ആവാൻ പാടില്ല. ഒരു മോറൽ വാല്യൂസ് കുട്ടികളിൽ ഉണ്ടാവുക, നല്ലൊരു യൂസ്ഫുൾ സിറ്റിസനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ എയിം അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ചുകൂടെ പോയിന്റ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ടു ക്യാരി ഔട്ട് മോഡേണൈസേഷൻ, it is a process in which man makes changes but at the same time maintains his identity, and the school should provide advanced science and technology. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തു. കാലത്തിനനുസരിച്ചിട്ട് മാറണം അല്ലെ. നമ്മൾ റിജിഡ്, നമ്മുടെ ഒരു എന്താ പറയാ, ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുമായിട്ട് ഒരു സ്കൂളിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറിയേ പറ്റുള്ളൂ. അത് ടെക്നോളജി പരമായിട്ടാണെങ്കിലും അഡ്വാൻസ്ഡ് സയൻസ് പ്രൊവൈഡ് ചെയ്യാൻ സ്കൂളിന് കഴിയണം. ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് മാൻ മേക്ക് ചേഞ്ചസ് ബട്ട് ദ സെയിം ടൈം. അതായത് മനുഷ്യനാണല്ലോ ഈ മാറ്റങ്ങളെല്ലാം കൊണ്ടുവരും. ടെക്നോളജി പരമായിട്ടാണെങ്കിലും ബാക്കി എന്ത് ഇംപ്രൂവ്മെന്റ്, അഡ്വാൻസ് ടെക്നോളജി ആണെങ്കിലും എല്ലാം മനുഷ്യൻ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ്. പക്ഷെ അത് കരുതി നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി ഇല്ലാതാക്കാൻ പാടില്ല. എന്ത് മോഡേണൈസേഷൻ അല്ലെങ്കിൽ എന്ത് ഹൈ ക്വാളിറ്റി ടെക്നോളജി നമ്മൾ യൂസ് ചെയ്താലും നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. സ്കൂളിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കണം. ഇതാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ അടുത്ത ഒരു ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് വൺ, ടു പ്രൊപ്പഗേറ്റ് സയൻസ്. സയൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് അല്ലേ? എന്താണ് സയൻസ്? സയൻസ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നോ പഠിക്കുന്ന സമയത്ത്? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യോ? സയൻസ്, മാത്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടോ ഇതില്? ആരെങ്കിലും ഒരു റിപ്ലൈ. എന്താ സയൻസ് ശരിക്കും? ഇഷ്ടമുള്ള ആരെങ്കിലും പറയാൻ? ഇഷ്ടമില്ലായിരുന്നു അല്ലെ? ഓക്കെ 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 ഓക്കെ. ഈ സയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി സെർച്ച് ഫോർ ട്രൂത്ത്, സത്യത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം എന്നാണ് ആക്ച്വലി സയൻസിനെ പറയുക അല്ലെ. വൺ ഷുഡ് ഗെറ്റ് ഇൻവോൾവ് ഇൻ കളക്ടിങ് ഡാറ്റ, അനാലിസിസ് ആൻഡ് സിന്തസിസ് ഓഫ് ഡാറ്റ കളക്റ്റഡ് ആൻഡ് ഡ്രോയിങ് കൺക്ലൂഷൻ. സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും, കുട്ടികളിൽ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം.
എന്താണ് ഇത്, ഇങ്ങനെയാണെങ്കിൽ അപ്പൊ എങ്ങനെയായിരിക്കും? ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഈ സയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടായിരിക്കും അല്ലെ. ഡാറ്റ, ഒരുപാട് റെലവെന്റ് ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടി വരും, അതിനെ അനലൈസ് ചെയ്യേണ്ടി വരും, അതിന് വീണ്ടും സിന്തസൈസ് ചെയ്യേണ്ടി വരും ഡാറ്റാസിനെ, ഫൈനലി ഒരു കൺക്ലൂഷനിലോട്ട് എത്താം. സത്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം അല്ലെ, പല എത്രയോ എന്താ പറയുക സയന്റിസ്റ്റുമാരെല്ലാം സത്യത്തിന് വേണ്ടി അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. അവര് എങ്ങനെയാണ് ഈ സയൻസിൽ ഓരോ കാര്യങ്ങളും പ്രൂവ് ചെയ്ത് വന്നത്? ആദ്യം ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്യും, അതിനെ അനലൈസ് ചെയ്യും, അതിനെ സിന്തസൈസ് ചെയ്യും, ഫൈനലി അവരൊരു കൺക്ലൂഷനിലോട്ട് എത്തും. പക്ഷെ ഈ ഒരു ത്രൈവ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ത്വര അത് കുട്ടികളിൽ മാത്രം ഉണ്ടായ പോരാ അല്ലെ. നോട്ട് ഓൺലി എമംഗ് സ്റ്റുഡൻസ്, സ്കൂൾ മാനേജ്മെന്റ് ഷുഡ് സ്ട്രൈവ് ടു ഡെവലപ്പ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് എമംഗ് സ്റ്റാഫ് ഓൾസോ. കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല, സ്റ്റാഫിന്റെ ഇടയിലും ടീച്ചേഴ്സിന്റെ ഇടയിലും ഒക്കെ ഈ ഒരു സയന്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ സ്കൂൾ മാനേജ്മെന്റിന് കഴിയണം. ശരിക്കും സയൻസ് ആവുന്നത് ഈ ഒരു സയന്റിഫിക് ടെമ്പറിലുള്ള കുട്ടികളിലാണ്. ബാക്കി നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നു, ഇതിങ്ങനെയാണെന്ന് പറയുന്നു, ഓക്കെ അതങ്ങനെയാണ്. സയൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സയന്റിഫിക് ടെമ്പർ വേണം, അപ്പോഴാണ് സയൻസ് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ട് മാറുന്നത്. ഇത് കുട്ടികളിൽ മാത്രം പോരാ കേട്ടോ, ബാക്കി അവിടെയുള്ള സ്റ്റാഫിന്റെ ഇടയിലും ഈ ഒരു സ്ട്രൈവ് അല്ലെങ്കിൽ ഒരു ത്വര അത് ആവശ്യം, ഡെവലപ്പ് ചെയ്യാൻ അവിടുത്തെ മാനേജ്മെന്റിനും സാധിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ടു അഡോപ്റ്റ് ടെക്നോളജി. നമ്മൾ പറഞ്ഞു, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ, മോഡേണൈസേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറാൻ കഴിയണം. അഡോപ്ഷൻ ഓഫ് ടെക്നോളജി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നൗ ഡേയ്സ്. കാലത്തിനനുസരിച്ചിട്ട് എന്തൊക്കെയാണോ മാറ്റങ്ങൾ, അതിനോടൊക്കെ കോപ്പപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം, സ്കൂൾ മാനേജ്മെന്റിനെ കൊണ്ട് കഴിയണം. സ്കൂൾ ക്യാൻ അഡോപ്റ്റ് വേരിയസ് ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് ഫോർ എഫക്റ്റീവ് വർക്ക്. പണ്ടൊക്കെ നമ്മൾ വെറും ഒരു ടീച്ചിങ് ലേണിംഗ് എന്താ പറയുക, ഒരു ടീച്ചർ സെൻട്രിക് ആയിരുന്നു നമ്മുടെ ക്ലാസ് റൂംസ് എന്നൊക്കെ പറയാം. ടീച്ചർ അങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരു സൈഡിൽ നിന്ന് നമ്മളത് അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു, എഴുതുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റൈല് കുട്ടികൾക്കും ആവശ്യമില്ല, പാരന്റ്സിനും ആവശ്യമില്ല, ഈ ലോകത്തിനെ ആവശ്യമില്ല. ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് ഇപ്പോൾ വളരെ എഫിഷ്യന്റ് ആണ്, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള വർക്കാണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇന്ററാക്റ്റീവ് ക്ലാസ് റൂംസ്, ഔട്ട്സൈഡ് ക്ലാസ് റൂംസ്. കുട്ടികളോട് നമ്മൾ യു ഷുഡ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നാ പറയാ. നമ്മൾ പഴയ കൺസെപ്റ്റ് അല്ല, കുട്ടികളൊക്കെ ഭയങ്കര എന്താ പറയാ, നമ്മളെക്കാൾ കൂടുതൽ ചിന്തിക്കുന്നതും നമ്മളെക്കാൾ കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മളെ മുന്നിലിരിക്കുന്നത്. പണ്ടത്തെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ടീച്ചേഴ്സിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു റിജിഡ് മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റേണ്ട സമയം എപ്പോഴോ അതിക്രമിച്ചു കഴിഞ്ഞു. പുതിയ പുതിയ ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് നമ്മൾ നമ്മുടെ ടീച്ചിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണം. ഒരുപാട് സ്മാർട്ട് ക്ലാസ് റൂംസ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടീച്ചിങ് ലേണിംഗ് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും, ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഇപ്പോഴത്തെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട് ശരിക്കും അതിൽ. ടു പ്രൊമോട്ട് നാഷണൽ ഇന്റഗ്രേഷൻ, സ്കൂൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ആന്റി നാഷണൽ എലമെന്റ്സ്, അതായത് ഇപ്പോഴത്തെ സ്കൂൾ ക്യാമ്പസസിൽ റാഗിങ് അല്ലെങ്കിൽ ബുള്ളിങ്, ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ, പ്രത്യേകിച്ച് കേരള ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആന്റി നാഷണൽ എലമെന്റ്സ് ഇത്രത്തോളം റൈസ് ചെയ്ത് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു സ്കൂളിന് എപ്പോഴും ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി കൊണ്ടുവരാൻ സ്കൂളിന് സാധിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നാഷണൽ ഇന്റഗ്രേഷൻ കൊണ്ടുവരിക എന്നുള്ളത് സ്കൂളിന്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ഗോളാണ്. മാക്സിമം നമ്മളെ സ്കൂൾ ക്യാമ്പസുകളിൽ ഇത്തരം ആന്റി നാഷണൽ എലമെന്റ്സ് ഇല്ലാതെ ആവാൻ നമ്മൾ ശ്രമിക്കണം. അതിന് ടീച്ചേഴ്സിന്റെ സഹായമുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അതിനു വേണ്ടി എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണം. സ്കൂൾ മാനേജ്മെന്റിനും അതിനാവശ്യമായിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. അപ്പോൾ സ്കൂൾ മാക്സിമം ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സ്റ്റുഡൻസിന്റെ ഇടയിൽ മാത്രമല്ല, ടീച്ചേഴ്സിന്റെ ഇടയിലും ഇത് ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഇന്റഗ്രേഷൻ ടീച്ചേഴ്സിന്റെ ഇടയിലും വേണം കേട്ടോ. അല്ല ടീച്ചേഴ്സ് ഫുൾ അടിയും കാര്യങ്ങളും ആയിട്ട് സ്റ്റുഡൻസിന്റെ ഇടയിൽ നമുക്ക് നാഷണൽ ഇന്റഗ്രേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ഫോം ക്യാരക്ടർ ആൻഡ് വാല്യൂസ്. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ നമ്മുടെ സൊസൈറ്റിയിൽ ബ്രൈബറി, ഈ കള്ളക്കടത്തും കറപ്ഷനും ബ്ലാക്ക് മെയിലിങ്ങും ഒരുപാട്
നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇപ്പൊ നമുക്ക്. ഇൻഡിസിപ്ലിൻ, ഡിസൊബീഡിയൻസ് ഹാവ് ബീൻ സീൻ ഇൻ സ്റ്റുഡൻസ്. കുട്ടികളും തന്നെ, നിങ്ങൾ പല വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവില്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ. പണ്ട് നമുക്കൊക്കെ നമ്മുടെ ടീച്ചേഴ്സിന് എന്തോ ഒരു പേടിയായിരുന്നു അല്ലെ? പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നല്ല. എന്തടാന്ന് ചോദിച്ചാൽ ആരടാന്ന് ചോദിച്ചു വരുന്ന കുട്ടികളാണ്. കുട്ടികളോട് ഡീൽ ചെയ്യാൻ ടീച്ചേഴ്സിന് പേടിയാണ് ആക്ച്വലി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ടീച്ചേഴ്സിന് അങ്ങനെ നിൽക്കാനേ പറ്റുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം മോറൽ വാല്യൂസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി സ്കൂളിന്റെ കാര്യങ്ങൾ. അതിന് മാനേജ്മെന്റിന് വളരെയധികം അറ്റൻഷൻ കൊടുക്കണം. ടീച്ചേഴ്സ് വിജിലന്റ് ആയിരിക്കണം. ടീച്ചേഴ്സിനെ മാത്രം, സ്കൂളിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നത് വീട്ടിൽ നിന്നാണ് അല്ലെ? ഒരു വീട്ടിൽ നമ്മൾ വളർത്തുന്ന കുട്ടിനെ വളർത്തി കൊണ്ടുവരുന്ന ആ ഒരു ചുറ്റുപാട് മുതൽ കുട്ടിനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റി ഒരു നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ നല്ല വാല്യൂസ് കുട്ടികളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചേ പറ്റുള്ളൂ. ഒരു സ്കൂൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചർ വിചാരിച്ചാലോ മാത്രമേ സാധിക്കില്ല. മാനേജ്മെന്റ് എന്തായാലും ഒരു സ്കൂള് റൺ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് മാനേജ്മെന്റ് അതിൻ്റെതായിട്ടുള്ള ഒരു അറ്റൻഷൻ അവരുടെ സ്കൂളിൽ അത് നടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ആണ്. സ്കൂളിന്റെ എയിമും ഒബ്ജക്റ്റീവും ഇതൊക്കെയാണ്. ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് സ്കൂൾ മാനേജ്മെന്റ്, അവരെന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്പീഡ് കൂടുതലാണോ, സ്പീഡ് കുറക്കണോ? ആരെങ്കിലും ഒന്നും ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ. സ്പീഡ് കൂടുതലാണോ? ഞാൻ ഒന്ന് സ്ലോ ആവേണ്ടതുണ്ടോ? എന്താണ്? ക്ലിയർ ആയില്ല. സ്ലോ അല്ല, കുറച്ച് വേണമെങ്കിൽ ഫാസ്റ്റ് ആക്കാം എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ഓ ശരി. ഞാൻ ഓൾറെഡി കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ആളെങ്ങനെ, എനിക്ക് ഫാസ്റ്റ് ആയി കൂടുതലാണോ എന്നൊരു ഡൗട്ട് ആയിരുന്നു. അപ്പൊ ഞാൻ കുഴപ്പമില്ല അല്ലെ? ഓക്കെ, ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ നോക്കാം എന്തായാലും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് സ്കൂൾ മാനേജ്മെന്റ്. ഒരു നല്ല സ്കൂൾ മാനേജ്മെന്റിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റീവ് ബേസ്ഡ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയായിരുന്നു ഒബ്ജക്റ്റീവ്, എയിം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടായിരുന്നു അല്ലെ? ഒരു നല്ലൊരു സ്കൂൾ മാനേജ്മെന്റ് ആണോ? അങ്ങനെയാണെങ്കിൽ അവർ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിരിക്കണം. വ്യക്തമായിട്ടുള്ള ഒരു എയിം അവർക്ക് ഉണ്ടായിരിക്കണം. വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗോൾ അവർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഗോൾ ഉള്ള മാനേജ്മെന്റ് ആണെങ്കിൽ അതൊരു നല്ല ഗുഡ് സ്കൂൾ മാനേജ്മെന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഇനി നല്ല വ്യക്തമായിട്ടുള്ള ഗോളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നല്ലൊരു മാനേജ്മെന്റ് ആണോ? അല്ല. അപ്പൊ അതിനു വേണ്ടി നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നല്ല ടീച്ചേഴ്സ് നല്ല കേട്ടോ. അപ്പൊ ആക്ച്വലി ആ ഒരു ടേം മാറി. ഇപ്പൊ ഫെസിലിറ്റേറ്റേഴ്സ് എന്നാ പറയാ. പിന്നെ നമ്മളെ കാലത്തൊക്കെ ടീച്ചേഴ്സ് ആയിരുന്നു. ഇപ്പൊ ടീച്ചേഴ്സിനെ ഫെസിലിറ്റേറ്റേഴ്സ് എന്നാ പറയാ. നല്ല ഫെസിലിറ്റേറ്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഒരു നല്ല ഗുഡ് സ്കൂൾ മാനേജ്മെന്റിന് സാധിക്കണം. ഇതാണ് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്. നെക്സ്റ്റ് വൺ, ഹെഡ് മാസ്റ്റർ. നമുക്കറിയാം ഒരു സ്കൂളിന്റെ അൾട്ടിമേറ്റ് ഹെഡ് അല്ലെങ്കിൽ ഒരു പവർ ഓഫ് ദ അതോറിറ്റി എന്ന് പറയുന്നത് ഹെഡ് മാസ്റ്റർ ആണ് അല്ലെ? ഡെമോക്രാറ്റിക് ലീഡർ ഓഫ് ദ സ്കൂൾ. സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റ് തൊട്ട് താഴെ നിന്ന് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്. വളരെ നല്ല ഒരു റൈറ്റ് പേഴ്സണെ ആ ഒരു റൈറ്റ് പൊസിഷനിലോട്ട് ഹയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നെക്സ്റ്റ് വൺ, ദ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. അതായത് എഫിഷ്യന്റ് ആയിട്ട് നമുക്കൊരു കാര്യം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. ഇപ്പോ ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ നമുക്കതിനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഗുഡ് സ്കൂൾ ആയിരിക്കില്ല. നമ്മൾ ഹയർ ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഫെസിലിറ്റേറ്റേഴ്സ് ആയിക്കോട്ടെ, അവർക്കും വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഇത്തരം ടെക്നോളജീസ് യൂസ് ചെയ്യാനുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യണം. അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഒരു സ്കൂൾ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് റിസോഴ്സസിനെയും വളരെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കണം. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് എ ജോയിന്റ് എന്റർപ്രൈസ്. അതായത് ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരാൾ മാത്രം ഹാൻഡിൽ ചെയ്താൽ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം ടീച്ചറിന് അതിൻ്റെതായിട്ടുള്ള ഒരു റോൾ ഉണ്ട്, സൂപ്പർവൈസേഴ്സ് വരും,
ബാക്കി ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് വരും, പാരന്റ്സ് വരും. ഈ കാര്യങ്ങളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു സ്കൂൾ ആകുന്നത്. പരസ്പരം എല്ലാവരും തമ്മിൽ നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. ഈ റോളിലുള്ള ആളുകളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ സ്കൂളിന്റെ എയിം അല്ലെങ്കിൽ അതൊരു നല്ല ഗുഡ് സ്കൂൾ ആവുകയുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ, പ്രൊഫഷണൽ ഗ്രോത്ത്. ഇറ്റ് ഷുഡ് ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ദ ടീച്ചർ ആൻഡ് സൂപ്പർവൈസേഴ്സ് വിച്ച് ഷുഡ് ലീഡ് ടു ദെയർ പ്രൊഫഷണൽ ഗ്രോത്ത്. നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർ നമ്മൾ ജോയിൻ ചെയ്ത് 2 വർഷമായി, ആ ടീച്ചറിന്റെ കരിയറിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്കൂൾ മാനേജ്മെന്റിന് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതിനർത്ഥം. നമുക്ക് എപ്പോഴും നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത് ടീച്ചേഴ്സിനായാലും സൂപ്പർവൈസേഴ്സിനായാലും അങ്ങനെ തന്നെയാണ്. എങ്കിൽ മാത്രം നമുക്ക് പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടായിരിക്കുള്ളൂ. പ്രൊഫഷണൽ ഗ്രോത്ത് ഇല്ലാതെ നമ്മൾ എന്നും ഒരുപോലെ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. പ്രൊഫഷണൽ ഗ്രോത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ബെസ്റ്റ് നമുക്ക് കൊടുക്കാൻ എപ്പോഴും സാധിക്കണം. എങ്കിൽ മാത്രമേ ടീച്ചർ എന്ന് പറയുന്ന ഒരു റോളിൽ നമ്മൾ ഫുള്ളി എഫിഷ്യന്റ് ആയി നമുക്ക് പറയാൻ സാധിക്കുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ, എഫിഷ്യൻസി ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ അതാണ് പ്രൊഫഷണൽ ഗ്രോത്ത്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊഫഷണൽ ഗ്രോത്ത് നമ്മൾ ടീച്ചേഴ്സിനാണല്ലോ ഉണ്ടാവുന്നത്. അടുത്തത്, എഫിഷ്യൻസി ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഷുഡ് ബ്രിങ് ദ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ആൻഡ് എഫിഷ്യൻസി ഇൻ ദ സ്കൂൾ. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ പോവാതെ ഇംപ്രൂവ്മെന്റിന് സ്കോപ്പ് ഉണ്ട് അല്ലെ. ഓരോ ഡേയും ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടും വർക്ക്ഔട്ട് ചെയ്തിട്ടും ഒരു ഓവറോൾ ഇംപ്രൂവ്മെന്റ് സ്കൂളിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. അവിടെ വർക്ക് ചെയ്യുന്ന ഫെസിലിറ്റേറ്റേഴ്സ് ആണെങ്കിലും ബാക്കി ടീച്ചിങ് സ്റ്റാഫിനാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല ഗുഡ് സ്കൂൾ മാനേജ്മെന്റ് ആക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം ഒരുപോലെ തന്നെ, ഈ വർഷം അതുപോലെ തന്നെ, അടുത്ത വർഷം ഒരുപോലെ തന്നെയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, അത് നല്ല ഗുഡ് സ്കൂൾ മാനേജ്മെന്റ് ആണ് അർത്ഥം. അടുത്തത്, കണ്ടിന്യൂസ് പ്രോസസ്. It's always concerned with improvement and development of the institution. ഒരു നല്ല സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു 1 day ജോബാണോ? അല്ല. അതൊരു 1 month ജോബാണോ? അല്ല. അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് ആ ഒരു അക്കാഡമിക് ഇയർ എൻഡ് ചെയ്യുന്നത് വരെ ഉള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അല്ലെ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എപ്പോഴും ഓരോ ദിവസവും സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റും ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റും എല്ലാം കൈകോർത്ത് മുന്നോട്ട് പോകുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ് ഒരു നല്ല സ്കൂൾ മാനേജ്മെന്റ്. അടുത്തതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ. ഒന്നുമല്ല, ദ എമൗണ്ട് ഓഫ് എഫേർട്സ് മെയ്ഡ് ആൻഡ് ഔട്ട്കംസ് അച്ചീവ്. എത്രത്തോളം എഫേർട്സ് നമ്മൾ ഇടുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഔട്ട്കം നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ. എത്ര ഇൻപുട്ട് നമ്മൾ ഇടുന്നോ, എത്ര എമൗണ്ട് ഓഫ് എഫേർട്ട് നമ്മൾ ഇടുന്നോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്കം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരു നല്ല ഗുഡ് സ്കൂൾ മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. കണക്ഷൻ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. താങ്ക് യു. ഇതൊക്കെയാണ് നല്ലൊരു സ്കൂൾ മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ. ഇതിന്റെ എല്ലാം മെയിൻ ഹെഡിങ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കും നമ്മുടേതായിട്ടുള്ള വേർഡ്സിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് മാക്സിമം പോയിന്റ്സ് മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കും ഹൈലൈറ്റ് ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തത് എന്തൊക്കെയാണ് നല്ലൊരു സ്കൂൾ മാനേജ്മെന്റിന്റെ സ്കോപ്പ് എന്തൊക്കെയാണ്, അത് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്.
നമുക്കറിയാം ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട് അല്ലെ. ആ സ്കൂളിന്റെ ബിൽഡിങ്ങിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതും ഇതെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നതും ആ സ്കൂളിലെ മാനേജ്മെന്റ് ആണ്. സ്റ്റാഫ് അപ്പോയിന്റ്മെന്റ്, അത് ടീച്ചിങ് സ്റ്റാഫ് ആയിക്കോട്ടെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിക്കോട്ടെ, ഇത്തരം അപ്പോയിന്റ്മെന്റ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആയിരിക്കും. പിന്നെ ട്രാൻസ്ഫർ, അത് ഇപ്പൊ പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളൊക്കെ ആകുമ്പോൾ ടീച്ചേഴ്സിന്റെ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം മാനേജ്മെന്റ് വഴിയാണ് സാധിച്ചെടുക്കുന്നത്. പ്രൊമോഷൻ, സ്റ്റാഫ് സാലറി, പണിഷ്മെന്റ്, ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാം സ്കൂൾ മാനേജ്മെന്റിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇപ്പൊ സാലറി പ്രൊമോഷൻ, നല്ല ടീച്ചേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം അവരുടെ ക്വാളിറ്റി ഓഫ് വർക്കിനനുസരിച്ചിട്ടുള്ള ഒരു സാലറി ഹൈക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആണ്. ഞാനതൊരു ഇൻട്രൊഡക്റ്റീവ് പാർട്ടായിട്ട് പറഞ്ഞു എന്നുള്ളൂ. പ്രൊവൈഡിങ് ദ ഹ്യൂമൻ എക്യുപ്മെന്റ്, അതായത് ഹെഡ് മാസ്റ്റർ തൊട്ട് ബാക്കി ആ സ്കൂളിലെ ടീച്ചിങ് സ്റ്റാഫ് ആയിക്കോട്ടെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിക്കോട്ടെ, ഇവരെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി നമ്മുടെ മാനേജ്മെന്റ് ആണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് പേഴ്സൺ അറ്റ് റൈറ്റ് പൊസിഷൻ ഹയർ ചെയ്യാന്നുള്ളത് സ്കൂൾ മാനേജ്മെന്റിന്റെ കഴിവനുസരിച്ചിട്ടിരിക്കും. അടുത്തത് പ്രൊവൈഡിങ് മെറ്റീരിയൽ എക്യുപ്മെന്റ്. ഹെഡ് മാസ്റ്റർ ആയി ടീച്ചിങ് സ്റ്റാഫ് ആയി നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയി മതിയോ? ഒരു സ്കൂൾ റൺ ചെയ്യാൻ പറ്റുമോ ഇത് വെച്ചിട്ട്? ഇല്ല. മെറ്റീരിയൽ എക്യുപ്മെന്റിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിനു വേണ്ടി ഇവർക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ് പ്രൊവൈഡ് ചെയ്യണം. കുട്ടികളുടെ കൗണ്ട് അനുസരിച്ചിട്ട് ഫർണിച്ചേഴ്സ്, ലബോറട്ടറീസ്, ലൈബ്രറി, മ്യൂസിയം, ആർട്ട് ഗാലറി, ഇതെല്ലാം സ്കൂളിന്റെ ഭാഗമാണ്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാനുള്ളത് മാനേജ്മെന്റ് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ജസ്റ്റ് ടീച്ചേഴ്സും ഹെഡ് മാസ്റ്ററും മാത്രമായാലും സ്കൂൾ മുന്നോട്ട് പോകില്ല അല്ലെ. ബാക്കി ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നത് സ്കൂൾ മാനേജ്മെന്റിന്റെ കടമയാണ്. നെക്സ്റ്റ് വൺ, പ്രിപ്പയറിംഗ് ദ കരിക്കുലം ഫോർ ഡിഫറെന്റ് ക്ലാസ്സസ്. നമുക്കറിയാം ഓരോ ക്ലാസ്സസിനും ഓരോ കരിക്കുലം ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിന്റെ കരിക്കുലം ആയിരിക്കില്ല 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവുക. അപ്പൊ അത് ഓരോ ക്ലാസ് അനുസരിച്ചിട്ട് കുട്ടികളുടെ ഏജ് അനുസരിച്ചിട്ട് കരിക്കുലം പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് മാനേജ്മെന്റ് കൈ കടത്തേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കരിക്കുലം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഓർഗനൈസിങ് കോ കരിക്കുലർ പ്രോഗ്രാം. സ്കൂളില് എഡ്യൂക്കേഷൻ മാത്രം മതിയോ? പഠിത്തവും ക്ലാസ് മാത്രം മതിയോ? പോരാ. അവിടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവസരങ്ങൾ നമ്മൾ ആസ് എ ടീച്ചർ ആസ് എ മാനേജ്മെന്റ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ആർട്സ് ആയിക്കോട്ടെ സ്പോർട്സ് ആയിക്കോട്ടെ ബാക്കി ക്ലബ് ആക്ടിവിറ്റീസ് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പോ ഞാൻ പഠിക്കുന്ന സ്കൂളുകളിൽ കരാട്ടെ, സ്കേറ്റിംഗ്, പിന്നെ റോബോട്ടിക്സ്, ചെസ്, സ്വിമ്മിങ്, ഇതൊക്കെ വരുന്നത് ഇതൊക്കെ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ഇതൊക്കെ റൈറ്റ് ആയിട്ട് ആ സ്കൂളിന്റെ പോളിസി അല്ലെങ്കിൽ റൂൾസ് പ്രകാരം ഏതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ്, പ്രിപ്പയറിംഗ് ടൈം ടേബിൾ. ടൈം ടേബിൾ അതായത് ഓരോ ടീച്ചേഴ്സിനും ഏതൊക്കെ ക്ലാസ്സുകളാണ് ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇത്തരം ടൈം ടേബിൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനേജ്മെന്റ് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുമെന്ന് ഞാൻ പറയില്ല. പക്ഷെ മാനേജ്മെന്റിനും ഒരു റോൾ ഉണ്ട്. ഇതിലെല്ലാം ഫൈനലൈസ് ചെയ്യുന്ന കാര്യത്തിൽ മാനേജ്മെന്റിന് ഒരു അൾട്ടിമേറ്റ് റോൾ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ. ഒരു സ്കൂൾ, നമ്മൾ സ്കൂളാണല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. സ്കൂൾ മാനേജ്മെന്റ് കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസിപ്ലിൻ, അച്ചടക്കം, മോറൽ വാല്യൂസ്, നോംസ്, ഇതെല്ലാം ഇത്തരമെല്ലാം ഇന്റഗ്രൽ പാർട്സ് നമുക്ക് അക്വയർ ചെയ്യേണ്ടത് സ്കൂളിൽ നിന്നാണ്. ഒരു സ്കൂളിന്റെ അൾട്ടിമേറ്റ് ഗോൾ വെൽ ഡിസിപ്ലിൻ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. കുട്ടികൾ വളരുന്ന ചുറ്റുപാടും അവർക്ക് സ്കൂളിൽ നല്ല വെൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് മാനേജ്മെന്റ് ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാനേജ്മെന്റ് തന്നെയാണ്. ഡിസിപ്ലിൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു മോണിറ്ററിങ്, അത് എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങിപ്പോയി ചെയ്യും എന്നല്ല പറയുന്നത്. അതിനെ മോണിറ്റർ ചെയ്യാൻ, അതെല്ലാം ഓക്കെ അല്ലേ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ മാനേജ്മെന്റ്, നല്ല ഗുഡ് സ്കൂൾ മാനേജ്മെന്റിന് കഴിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, ഓർഗനൈസേഷൻ ഓഫ് ലൈബ്രറി, മ്യൂസിയം, ഹോസ്റ്റൽ എക്സെട്ര. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത്. ലൈബ്രറി ഓർഗനൈസേഷൻ,
മ്യൂസിയം, ഹോസ്റ്റൽ. ഇതൊക്കെ ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ സ്കൂളാവുമ്പോൾ വളരെ ദൂരത്തുനിന്ന് പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ടായിരിക്കും. ടീച്ചേഴ്സിന് സ്റ്റേ ആവശ്യമായിട്ട് വരും. അത്തരം ഫെസിലിറ്റീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക സ്കൂൾ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ലൈബ്രറി ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈബ്രറി അത് ഏതൊരു സ്കൂളിന്റെയും ഒരു അഭിമാനമാണ് അല്ലെ. നമ്മള് സോഷ്യൽ മീഡിയാസിലൊക്കെ കണ്ടിട്ടുണ്ട് ഓരോ സ്കൂളിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ലൈബ്രറി എത്ര വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ലൈബ്രറി എന്ന് പറയുമ്പോൾ സ്കൂളിന്റെ ഒരു വളരെ ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. അത് വളരെ ബെസ്റ്റ് ആയിട്ട് ഒരു പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ ലൈബ്രറി കാണുമ്പോ ഒരു ലൈബ്രറി കാണുമ്പോൾ എല്ലാവരും ഒരു വാവ് ഫീലിംഗ് വരണം അല്ലെ. അത് ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. അത് ലൈബ്രറി മാത്രം ഉണ്ടായാൽ പോരാ, അതിന്റെ എഫിഷ്യന്റ് യൂസ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തും കൂടെ ചെയ്യണം കേട്ടോ. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഓർഗനൈസേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. നമ്മൾ പറഞ്ഞ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ആർട്സ്, സ്പോർട്സ്, ബാക്കി കാര്യങ്ങളെല്ലാം വരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പല സ്കൂളുകളിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ PE ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോൾ സ്പോർട്സ്, കുട്ടികളുടെ ബാഡ്മിന്റൺ, ഫുട്ബോൾ, ക്രിക്കറ്റ് ഇത്തരം സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യണം. കുട്ടികളിൽ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും വേണം. അത് എൻഷുർ ചെയ്യേണ്ടതും സ്കൂളിന്റെ കടമയാണ്. അറ്റ്ലീസ്റ്റ് 1 or 2 ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഓരോ കുട്ടിയും ഹാൻഡിൽ ചെയ്യണം. അത് അവരുടെ ഇൻട്രസ്റ്റ് പ്രകാരം അവർക്ക് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. ഓർഗനൈസേഷൻ ഓഫ് ഗൈഡൻസ് സർവീസ്, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. അതിപ്പോ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമോ അല്ലെങ്കിൽ 12th പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, വളരെ ചെറിയ സ്റ്റേജ് തൊട്ട് അല്ലെങ്കിൽ ചെറിയ പ്രായം തൊട്ട് തന്നെ നമുക്ക് കുട്ടികളെ ഗൈഡ് ചെയ്ത് കൊണ്ടുവരാൻ അവർക്കൊരു മോട്ടോയിൽ എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവ് അല്ലേ. കുട്ടീനെ നമുക്കൊരു കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു വേയിലോട്ട് കുട്ടീനെ ഗൈഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ആ ഒരു ടീച്ചറിന്റെ ഒരു വളരെ നല്ലൊരു ക്വാളിറ്റി ആയിരിക്കും. വളരെ നല്ലൊരു ഗുഡ് സ്കൂൾ മാനേജ്മെന്റ് ആയിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക. ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യണം. അടുത്തത്, മെയിൻറ്റെയിനിങ് ദ സ്കൂൾ റെക്കോർഡ്സ്. നമുക്കറിയാം ഇപ്പോ 1 or 2 വർഷം കൂടുമ്പോൾ സ്കൂളിന്റെ എന്താ പറയാ അഫിലിയേഷൻ ഒക്കെ നമുക്ക് പുതുക്കേണ്ടി വരും ഇല്ലേ. അത് നമ്മൾ റിന്യൂ ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം കേസിലൊക്കെ സ്കൂൾസിന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കറക്റ്റ് ആയിട്ട് അത് സ്റ്റാഫ് രജിസ്റ്റർ ആയിക്കോട്ടെ, ക്ലാസ് റൂം രജിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത്തരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ്സ്, കാര്യങ്ങൾ, സ്റ്റുഡൻസിന്റെ ഡാറ്റാസ്, ഇതെല്ലാം വളരെ പ്രോപ്പർ ആയിട്ട് സ്കൂൾ മെയിൻറ്റെയിൻ ചെയ്യണം. വളരെ കർശനമാണ് ആ കാര്യങ്ങളിലെല്ലാം. ഇപ്പോൾ അഫിലിയേഷൻ അതെല്ലാം ബാധിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ, പ്രൊവൈഡിങ് വേരിയസ് സർവീസസ് ലൈക്ക് മിഡ് ഡേ മീൽസ്, സ്കൂൾ യൂണിഫോം, ടെക്സ്റ്റ് ബുക്ക്. മിഡ് ഡേ മീൽസ് പല സ്കൂളുകളിലും, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ മിഡ് ഡേ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളിലും ഉണ്ട് കേട്ടോ. പ്രൈവറ്റ് സ്കൂളുകളിലും മിഡ് ഡേ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. പിന്നെ സ്കൂൾ യൂണിഫോം, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആക്കി കൊടുക്കുക, ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആക്കി കൊടുക്കുക, യൂണിഫോംസ് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കുന്നത് മാനേജ്മെന്റ് ആയിരിക്കും. അതെല്ലാം മാനേജ്മെന്റിന്റെ ഒക്കെ അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതെല്ലാം. നെക്സ്റ്റ് വൺ, സൂപ്പർവിഷൻ ഓഫ് സ്കൂൾ വർക്ക്. നമ്മുടെ സ്കൂള് എങ്ങനെയാണ് നടന്നു പോകുന്നത്, ഓരോ കാര്യങ്ങളും ഒക്കെ ആയിട്ടല്ലേ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സെക്ടേഴ്സും മോണിറ്റർ ചെയ്യേണ്ടത്, സൂപ്പർവൈസ് ചെയ്യേണ്ടത് സ്കൂൾ മാനേജ്മെന്റിന്റെ എബിലിറ്റിയാണ്. അവർ ചെയ്യേണ്ട കാര്യമാണ് അത്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അവര്. വാലുവേഷൻ ഓഫ് പീപ്പിൾ അച്ചീവ്മെന്റ്. അപ്പൊ ടീച്ചേഴ്സ് ആയാലും അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ സ്റ്റുഡൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന കാര്യത്തിലായാലും ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി റെക്കഗ്നൈസ് ചെയ്യുന്ന കാര്യത്തിലായാലും അതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ അച്ചീവ്മെന്റ്സിനെ നമ്മൾ എന്താ പറയാ മുന്നോട്ട് നമ്മൾ അതിന് വളരെ ഒരു കൈത്താങ്ങ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡൻസിനും വലിയ കാര്യമായിരിക്കും, ടീച്ചേഴ്സിനും അത് ഭയങ്കര അവരുടെ പ്രൊഫഷണൽ ഗ്രോത്തിനെ വളരെ അധികം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ, ഫിനാൻസിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഈ കാര്യങ്ങളെല്ലാം സ്കൂൾ ചെയ്യുമ്പോഴും സ്കൂളിന്റെ ഫിനാൻസ് കൺട്രോൾ ചെയ്യുക, ബഡ്ജറ്റ് അവരുടെ ഒരു പ്ലാൻ പ്രകാരം നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്കൂൾ ആ കാര്യത്തിൽ എന്തായാലും ടേക്ക് കെയർ ചെയ്തേ പറ്റുള്ളൂ.
ഓക്കെ, ഇതെല്ലാമാണ് സ്കൂളിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.